നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ വളരെ സംഭവബഹുലമായ ഒരു ദിവസമാണ് കടന്നുപോയിരിക്കുന്നത്. നമ്മോടൊപ്പം കളി നിരീക്ഷകൻ ഷിയാബ് സർ ഉണ്ട്. വെൽക്കം ഷിയാബ് സർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കടന്നുപോയത്. ജപ്പാൻ 4-0 ജയിച്ചിരിക്കുന്നു. ഒരു ഏഷ്യൻ ടീം വേൾഡ് കപ്പിൽ നേടുന്ന ഏറ്റവും വലിയ മാർജിനിലുള്ള വിജയമാണത്. അതുപോലെ തന്നെ നെതർലൻഡ്സ് സ്വീഡനെ മുക്കിയിരിക്കുന്നു. സ്വീഡൻ്റെ അവസ്ഥ വല്ലാത്തതാണ്. ആദ്യ കളി ഇതേപോലെ 5-1 ജയിച്ചു വന്നിട്ട് ഒരു 3-4 ദിവസം മുമ്പ് ലൈഫിൻ്റെ മറ്റൊരു ഭാഗം അവരവിടെ കണ്ടു. പിന്നെ കുറസാവോ 7-1 തോറ്റ കുറസാവോയാണ് ഇങ്ങനെ ഒരു വലിയ രൂപത്തിലുള്ള ഫൈറ്റ് കൊടുത്തിട്ട് ഇക്കഡോറിനെ സമനില പിടിച്ചിരിക്കുന്നത്. ഇക്കഡോറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇക്കഡോറും തുർക്കിയും ഈ വേൾഡ് കപ്പിൽ കറുത്തു കുതിരകളാവെന്ന് പറഞ്ഞവരാണ്. തുർക്കി പുറത്തായി, ഇക്കഡോറും ഏതാണ്ട് ആ വഴിയിലേക്കാണ്. ഇനിയിപ്പോൾ അവർക്ക് ജർമ്മനിയെ തോൽപ്പിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും സാധ്യത തെളിയൂ എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു ഈ വേൾഡ് കപ്പിലെ മത്സരങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്? നമ്മൾ മുമ്പേ പറഞ്ഞതാണ് ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ബാലൻസ്ഡ് ക്ലാഷുകൾ ഒരുപാട് ഉണ്ടാകും എന്നുള്ളത്. ചെറിയ ടീമുകളൊക്കെ ഇപ്പോൾ അതുകൂടാതെ 48 ടീമുകളാണ് ഈ വർഷം വേൾഡ് കപ്പിൽ കളിക്കുന്നത്. അത് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ടീമുകളുണ്ട്. അതിൽ ഓരോ റൗണ്ട് മത്സരങ്ങളിലും നടത്തുന്ന പ്രകടനങ്ങൾ, ചെറിയ ടീമുകളുടെ മികച്ച പ്രകടനങ്ങൾ മറ്റു ചില ചെറിയ ടീമുകൾ നിരീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ്, അവർ കോച്ച്, ട്രെയിനറൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് പ്രചോദനമാകുന്നുണ്ട്. അടുത്ത മത്സരങ്ങളിൽ വലിയ ടീമുകളായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലുള്ളൊരു ദിവസം ഇന്നിപ്പം സൗദി അറേബ്യയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടല്ലോ. ഈ ഇൻസ്പിറേഷൻ വലിയ രൂപത്തിൽ സൗദിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്പെയിനിനെ അവർ പൂട്ടിയാൽ സ്പെയിനിന് പുറത്തേക്കുള്ള വഴി തുറക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും സൗദി അറേബ്യ തീർച്ചയായിട്ടും കപ്പ് വെർദെ സ്പെയിനുമായിട്ടുള്ള കളി തീർച്ചയായിട്ടും നിരീക്ഷിച്ചിട്ടുണ്ടാവും. അതിൽ തീർച്ചയായിട്ടും പ്രചോദനം ഉൾക്കൊള്ള സാധ്യത വളരെ കൂടുതലാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ എന്താ പറയുക, അവർ ഗോൾ കീപ്പറുടെ പെർഫോമൻസ് യുറുഗ്വയുമായി ആദ്യത്തെ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമാണ്. ഏകദേശം 9 ഷോട്ടുകളോളം സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മാത്രമല്ല, ഇനിയിപ്പോൾ സൗദി ഇന്ന് കളിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാം നല്ലവണ്ണം. കഴിഞ്ഞ 2002 വേൾഡ് കപ്പിൽ അർജൻറ്റീനയായിട്ട് എങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്, ഒരു ഗോള് ശേഷം എങ്ങനെയാണ്. അപ്പോൾ അവർക്ക് നല്ലോണം അറിയാം എങ്ങനെയാണത്. ഡിഫൻസ് വളരെ കടുത്ത ഡിഫൻസ് ആയിരിക്കും, ആ രീതിയിലായിരിക്കും അവർ കളിക്കുക എന്നുള്ളതാണ്. ഇന്ന് സ്പെയിനിടും തീർച്ചയായിട്ടും എങ്ങനെയാണ് അവർക്ക് കളിക്കുന്നതിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവും. അപ്പം ഇന്നും നമ്മൾ അത്ഭുതങ്ങളൊക്കെ പ്രതീക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നാണ് സാറ് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഏതായാലും ഓരോരോ കളികളായിട്ട് പറഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്നു. നെതർലൻഡ്സ് വേഴ്സസ് സ്വീഡൻ 5-1 തകർപ്പൻ ജയമാണ് നെതർലൻഡ്സ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ കൂമാൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. കൂമാൻ പറയുന്നത് ഇനിയിപ്പം റൗണ്ട് ഓഫ് 32 ആര് വേണേ വന്നോട്ടെ, ബ്രസീലായാലും മൊറോക്കോ ആയാലൊക്കെ ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ഒരു ടീം മറ്റൊരു ടീമിനേക്കാൾ സ്ട്രോങ്ങറാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആര് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു. അത്രയൊക്കെ വലിയ ആത്മവിശ്വാസത്തിലേക്ക് പോകാൻ മാത്രം നെതർലൻഡ്സ് ഈ കളി പെർഫോം ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? നെതർലൻഡ്സ് സത്യം പറഞ്ഞാൽ ആദ്യ റൗണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ജർമ്മനിയുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും മികച്ച പെർഫോമൻസ്, ആധികാരികമായിട്ടുള്ള ഒരു 7-1 വിക്ടറി. സംഭവം കുരസാവോ എന്നുള്ള ചെറിയ ടീമുമായിട്ടാണ് കളിച്ചു നോക്കിയാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഫ്രാൻസ്, അർജന്റീന പോലെ ടീമുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. നെതർലൻഡ്സിൻ്റെ കളി സമനിലയിലേക്ക് വന്നിരുന്നെങ്കിലും നെതർലൻഡ്സും ജപ്പാനുമായിട്ടുള്ള മത്സരം നല്ല മത്സരം, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതുപോലെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നൽകുന്നൊരു മത്സരമായിരുന്നു ഇന്നലത്തെ. നമ്മൾ സ്കോർ ലൈൻ കാണുന്ന പോലെ ഒന്നല്ല സ്വീഡനും നെതർലൻഡ്സും തമ്മിലുള്ള കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഇന്നലത്തെ നെതർലൻഡ്സിൻ്റെ വിജയം എന്ന് പറയുന്ന ഒരു എംഫാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറിയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോട്ടൽ ഫുട്ബോളിലേക്ക് നമ്മൾ തിരികെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു നെതർലൻഡ്സിൻ്റെ പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പാസുകൾ, അതേപോലെ തന്നെ കളികൾ, ചടുലമായിട്ടുള്ള നീക്കങ്ങൾ, ഒത്തിണക്കം, അതേപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലുള്ളത്, അതേപോലെ അപ്പ് ഫ്രണ്ടിലുള്ള അവരുടെ അറ്റാക്കിങ് ഗെയിംസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടോട്ടൽ ഒരു ഫുട്ബോൾ തന്നെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെതർലൻഡ്സ് അല്ലെങ്കിൽ അവരുടെ കളിയിൽ പൊതുവെ മടുപ്പിക്കാറില്ല. നല്ല രീതിയിൽ ഇപ്പോൾ ബ്രസീലിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു ആക്രമണം, അവർക്ക് നല്ല ഡിഫൻസ്, ഇപ്പോൾ ഇപ്രാവശ്യം ടൂർണമെന്റിൽ തന്നെ ഏറ്റവും നല്ല ഡിഫൻസ് ലൈനാണ് അവർക്കുള്ളത്. പക്ഷെ എന്നാലും അവർ ഡിഫൻസിൽ മാത്രം ആശ്രയിച്ചിട്ട് നിൽക്കാറില്ല. നല്ല രീതിയിലുള്ള ആക്രമണം കൂടി, എങ്ങനെ മനോഹരമായുള്ള ഫുട്ബോൾ കാണികൾക്ക് സമ്മാനിക്കാത്ത രീതിയിൽ കൂടി കളിക്കുന്ന ഒരു ടീമാണ്.
അപ്പോൾ ഇന്നത്തെ വിക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെതർലൻഡ്സ് സംബന്ധിച്ച് നല്ല ടീം തന്നെ. കാരണം പറയാൻ മാത്രം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വേൾഡ് കപ്പ് ഫൈനൽ കളിച്ച ടീമാണ് നെതർലൻഡ്സ്. അപ്പോൾ ഏറ്റവും വലിയ റാങ്കിങ്ങിലും പെർഫോമൻസ് വൈസ് ഒക്കെ യൂറോപ്പിലെ അല്ലെങ്കിൽ വേൾഡ് ഫുട്ബോളിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ടീമുകളിൽ ഫിഫ വേൾഡ് കപ്പ് നേടാത്ത ഒരേ ഒരു ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെതർലൻഡ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇപ്രാവശ്യം ഇന്നത്തെ കളിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്, ആ ഒരു ഇൻറ്റൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരു സമനില അവരെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു എംബരാസിങ് ആയിട്ടുള്ള പോലെ തന്നെ ഫീൽ ചെയ്ത് ഇത്തവണ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഗാക്പോ ഗോൾ അടിക്കേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞ ഗാക്പോ ഇരട്ട ഗോളുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നെതർലൻഡ്സ് ടീമിനെ വിലയിരുത്തിയവരൊക്കെ പറഞ്ഞത് മുന്നേറ്റത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നൊരു ഫീലാണ്. ഇപ്പോൾ സമ്മവിൽ രണ്ടാമത്തെ കളിയിലും ഗോൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്നലെ ബ്രോബിയുടെ 2 ഗോളുകൾ വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ആ മുന്നേറ്റ നിരയുടെ പ്രശ്നം കൂടി പരിഹരിക്കപ്പെട്ടു. നമ്മൾ വിചാരിച്ചിരുന്നത് അങ്ങനെയായിരുന്നു, ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടോ, എങ്ങനെയാണ്, ആരൊക്കെയാണുള്ളത്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നപ്പോൾ നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം മെംഫിസ് മാത്രം, അതുപോലെ അവസ്ഥ വന്നിരുന്നു. അപ്പൊ ഇതുപോലെ സത്യം പറഞ്ഞെങ്കിൽ ഇന്നലത്തെ ഒരു ഇൻക്ലൂഷൻ, നമ്മുടെ ബ്രോബിയുടെ ഇൻക്ലൂഷൻ ഒരു സർപ്രൈസ് ആയിരുന്നു. പക്ഷേ 2 ഗോൾ അടിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ആ ടീമിനെ സമയത്തുള്ള ഏറ്റവും കോൺഫിഡൻസ്, അതുപോലെ നെതർലൻഡ്സിന്റെ ഫാൻസിന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസവും അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഇതുപോലെ ഗോക്പയുടെ ഒരു പെർഫോമൻസ് ആണ് ഇന്നലെ. ഓവറോൾ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. സമർവില്ല ഇന്നലെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുള്ളത്, എന്നാലും കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഗോൾ അടിച്ചിട്ടുണ്ട്, ഗോൾ അടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മൊത്തത്തിൽ അവർക്ക് വലിയൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു വിജയം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്വീഡൻ എന്ന് പറയുമ്പോൾ ഗ്യോക്കഡസും അലക്സാണ്ടർ ഐസക്കും ഒക്കെ അടങ്ങുന്ന ഒരു ടീമിനെ 5-1 പരാജയപ്പെടുത്തി എലാങ്കയാണ് അവരുടെ ഗോൾ അടിച്ചത്. അപ്പോൾ സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു മത്സരം, അതിൽ നല്ല രൂപത്തിൽ തന്നെ ആധിപത്യം പുലർത്തി നെതർലൻഡ്സ് വിജയിക്കുമ്പോൾ അവരുടെ കോച്ചിന് പറയാം, വരട്ടെ, ബ്രസീൽ എങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അപ്പുറത്ത് മൊറോക്കോ ആണെങ്കിൽ വരട്ടെ എന്നവർക്ക് പറയാം. അപ്പം അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ളൊരു ടീം ജപ്പാനും ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറി അല്ലേ, 4-0 ടുണീഷ്യ എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. ടുണീഷ്യൻ്റെ അവസ്ഥ പരിതാപകരം. കാരണം 2 കളിക്ക് 2 കോച്ചുമാർ, 2ഉം തോറ്റു, പോയിൻ്റൊന്നുമില്ല, വേൾഡ് കപ്പിൽ നിന്ന് പുറത്താണ്. എന്നാലും ടുണീഷ്യ ആണെങ്കിൽ പോലും ഇത് ജപ്പാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറി തന്നെയല്ലേ? തീർച്ചയായിട്ടും. ജപ്പാനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജപ്പാന് നമ്മൾ ഇൻഡിവിജ്വൽസിനെ ആശ്രയിച്ചിട്ടല്ല, ഒരു ടീം ഗെയിമാണ്, ടീം വർക്കാണ്, ഹാർഡ് വർക്കിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ പെർഫോം ചെയ്ത് കഠിനാധ്വാനത്തിലൂടെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ടീമാണ് ജപ്പാൻ. അപ്പോൾ നെതർലൻഡ്സ് പോലുള്ള ടീമിനെ, അതേപോലെ തന്നെ മുൻകാലങ്ങളിൽ വലിയ വലിയ ടീമുകളൊന്നും ഭയക്കാതെ നല്ല രീതിയിൽ റിസൾട്ട് എങ്ങനെയാണ് അന്നത്തെ മത്സരത്തിൽ കഠിനാധ്വാനത്തിലൂടെ വിജയിച്ചിട്ട് റിസൾട്ട് ഉണ്ടാക്കുക എന്ന് വിശ്വസിക്കുന്ന ടീമാണ്. അപ്പോൾ ജപ്പാനെ ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റില്ല. ഏഷ്യൻ ടീമുകളിൽ നമുക്ക് ഏറ്റവും എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു ടീം, അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ, സ്ഥിരതയുടെ കാര്യത്തിലൊക്കെ നമ്മൾ എടുത്തു കാണിക്കാൻ കഴിയുന്നത് ജപ്പാൻ തന്നെയാണ്. ജപ്പാന് ഒരിക്കലും നമുക്കെന്താ പറയുക, നോക്കൗട്ട് റൗണ്ടുകളിൽ സ്റ്റേജുകളിൽ പോലും ഇനി വലിയ ടീമുകളുടെ ആക്ച്വലി നല്ല രീതിയിൽ റിസൾട്ട് കഴിയില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ അതിലുള്ള സംഭവം എന്താ വെച്ചാൽ, ബ്രസീലാണോ മൊറോക്കോ ആണോ എന്നുള്ളൊരു സംശയം നമ്മൾ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഇന്നത്തെ ഈ ജപ്പാൻ്റെ മാച്ച് അതൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. വേൾഡ് കപ്പിൽ 1000ാമത്തെ മത്സരമായിരുന്നു. താരങ്ങളൊക്കെ ആ ഒരു മൈൽ സ്റ്റോണിൻ്റെ പാച്ച് അണിഞ്ഞുകൊണ്ടാണ് ഗ്രൗണ്ടിലേക്ക് വന്നിരുന്നത്. ഈ 1000ാമത്തെ മത്സരത്തിലാണ് 4-0 ജപ്പാൻ വിജയിക്കുന്നത്. അത് ഒരു ഏഷ്യൻ ടീമിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. അതുമാത്രമല്ല, 4ാമത്തെ മിനിറ്റിലാണ് കമാഡയുടെ ഗോൾ വന്നത്. അത് ജപ്പാന് വേണ്ടിയിട്ടുള്ള വേൾഡ് കപ്പിലെ ഏറ്റവും വേഗത്തിലുള്ള ഗോളുമായിരുന്നു. അപ്പോൾ ഇനി ചോദ്യം, ബ്രസീലിന് നെതർലൻഡ്സോ ജപ്പാനോ രണ്ടാലൊരു ടീമായിരിക്കും, ഇതിൽ ഏത് ടീമിനോടായിരിക്കും ഏറ്റുമുട്ടിയാലായിരിക്കും ബ്രസീലിന് കുറച്ചുകൂടി ഒരു പോസിറ്റിവിറ്റി? അതല്ല, 2 ടീമിൻ്റെ കയ്യിലും ബ്രസീൽ സഫർ ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ ജപ്പാൻ കഴിഞ്ഞ എൻ്റെ ഓർമ്മ നവംബറിലാണെന്ന് തോന്നുന്നു, ബ്രസീൽ ഒരു ഏഷ്യൻ ടൂർ നടത്തിയപ്പോൾ ജപ്പാനോട് തോറ്റിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു യൂറോപ്യൻ ഫുട്ബോൾ പവർ ഹൗസ് രീതിയിൽ നെതർലൻഡ്സ് വേറെയാണ്. പിന്നെ അത് മാത്രമല്ല, ലോകകപ്പിൽ 1998 സെമിഫൈനൽ ഡെന്നിസ് ബെർഗ്കാമിന്റെ ഒരു മികച്ച ഫിനിഷിംഗ് അല്ലേ? എന്റെ ഓർമ്മ ക്ലൈവേർട്ട് ആണ് അന്ന് ഗോൾ അടിച്ചത്, പാട്രിക് ക്ലൈവേർട്ട്. പിന്നാലെ നമ്മുടെ റൊണാൾഡോ നാസാരിയും മറുപടി ഗോൾ അടിച്ചു. ഓക്കെ, വാൻഡർ സാർ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ്. എനിവേ നെതർലൻഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ന് പറയാം, ബ്രസീലും നെതർലൻഡ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏകദേശം ഒരേ ശൈലിയിലൊക്കെ കളിക്കുന്ന ടീമാണ്. അപ്പോൾ നല്ല രീതിയിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആഗ്രഹിക്കുക ജപ്പാന് വരാൻ തന്നെയാണ്.
തീർച്ചയായിട്ടും ജപ്പാന് ഒക്കെ ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാകുന്ന ടീമാണെങ്കിൽ പോലും എപ്പോഴും ഒരു ഏഷ്യൻ ടീം അവർ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. അതായിരിക്കും അതൊരു ശരിക്കും നമ്മളൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ്, സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ്. അതൊരു ഏഷ്യൻ ടീമാണ്, അത് പലപ്പോഴും മുൻവിധികളാവാം, മുൻവിധിയോട് ചിലപ്പോൾ വന്നിട്ട് റിസൾട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയാണ്. അപ്പോൾ യൂറോപ്യൻ ടീമുകൾ ഇതേപോലെ തന്നെ നമ്മൾ പാരമ്പര്യമുള്ള ഫുട്ബോൾ ടീമാണ്, ഒരുപാട് വേൾഡ് കപ്പിൽ മുൻപ് 3 തവണ ഫൈനലിലെത്തിയ ടീമാണ്, ഇതേപോലെ തന്നെ ഒരുപാട് വലിയ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ടീമാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സിനെ സമ്മാനിച്ച ടീമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, നമ്മളൊരു പക്ഷേ നമ്മളൊരു പ്രിഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബ്രസീല് നേരിടാൻ ആഗ്രഹിക്കുന്നത് ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു മെൻ്റൽ ഒരു ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്പാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് വരാൻ സാധ്യത. പിന്നെ ഞാൻ ആ പറഞ്ഞ സ്കോർ ലൈനാണ് റൊണാൾഡോയും ക്ലൈവോട്ടാണ് ഗോൾ അടിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് ആരാദ്യം ഗോൾ അടിച്ചെന്ന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, പഴയ ഓർമ്മ എന്നെടുത്ത് പറഞ്ഞാണ്. എന്തായാലും പിന്നെ അന്ന് ഷൂട്ടൗട്ടിലാണ് 98 ബ്രസീൽ ജയിക്കുകയായിരുന്നത്, ടഫ്രയിലായിരുന്നു ഗോളി. ഇപ്പം ബ്രസീലിന് ജപ്പാനോ നെതർലൻഡ്സോ എന്നുള്ളത് ഈ ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്രസീൽ ഏത് സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു എന്നതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തായിട്ടും ആയിരിക്കും ഇരിക്കുക. ഇനി ഇക്വഡോറിന് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം എന്നർ വലൻസിയക്ക് തുടക്കത്തിൽ ഗോൾ അടിക്കാനൊക്കെ അവസരം ഉണ്ടായിരുന്നു, പക്ഷേ ഗോൾ കീപ്പർ കൊറസാവയുടെ ഗോൾ കീപ്പർ സമ്മതിച്ചില്ല, സമ്മതിച്ചില്ല. അദ്ദേഹം 15 സേവുകളാണ് നടത്തിയത്. ഈ എക്സ്ട്രാ ടൈമിലേക്ക് പോവാത്ത ഒരു വേൾഡ് കപ്പ് മാച്ചിൽ ഏറ്റവും അധികം സേവുകൾ നടത്തിയതിൻ്റെ റെക്കോർഡാണ് അദ്ദേഹം ഇട്ടത്. ഇനി എക്സ്ട്രാ ടൈമിൽ പോയതും കൂടി കൂട്ടുമ്പോൾ ടീം ഹൊവാർഡാണ് 16 സേവുകളിൽ ഒന്നാമത്. ഏതായാലും ഇക്വഡോർ ആദ്യ കളി ജയിച്ചില്ല, ആദ്യ കളി തോറ്റു എന്നാണ് എൻ്റെ ഓർമ്മ. തോറ്റു. അപ്പം രണ്ടാമത്തെ കളി സമനിലയുമായിട്ട് ഇക്വഡോർ പുറത്തേക്കുള്ള വഴിയിലേക്കല്ലേ? ഇത് തീർച്ചയായിട്ടും ഒരു ഞെട്ടിക്കുന്ന കാര്യമല്ല. കാരണം ഇക്വഡോർ കഴിഞ്ഞ വേൾഡ് കപ്പിലെ നല്ല ടീമും കൊണ്ട് വന്നു. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ആ പ്ലേയേഴ്സൊക്കെ മെച്യൂർഡായിട്ട് സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ കൈസയുടെ പോലെയുള്ള താരങ്ങളൊക്കെ കളിച്ചിട്ടും പുറത്തേക്കുള്ള വഴിയിലാണോ? എക്വഡോർ ടർക്കിയും അതേപോലെ ഒരുപാട് പ്രതീക്ഷകൾ തന്ന ടീമായിരുന്നു ഈ ലോകകപ്പിൽ. അറ്റ്ലീസ്റ്റ് ഈ ലോകകപ്പിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് ടർക്കിയിലും ഇതേപോലെ നല്ല നല്ല ക്ലബ്ബുകൾ കളിക്കുന്ന നല്ല പ്ലെയേഴ്സൊക്കെ ഉള്ളതായിരുന്നു. നിരാശനമായിട്ടുള്ള ഒരു റിസൾട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഫുട്ബോളിൻ്റെ കേസിൽ എന്താണ് റിസൾട്ട്. നമ്മളിപ്പോൾ ജർമ്മനി കഴിഞ്ഞ 2 വേൾഡ് കപ്പിലെ വലിയ ടീമാണ്, അത്രയും പാരമ്പര്യമുള്ള ടീം ഗ്രൂപ്പ്സ് എംബ്രാസിങ് റിസൾട്ടാണ് അവർക്ക് 2 വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചില ഒരു നിമിഷം അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ചെറിയ ടീമായിരിക്കും, ചിലപ്പോൾ പല രീതിയിലുള്ള ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ടീമുകൾ കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇക്വഡോറിൻ്റെ വീഴ്ചയിലാണ് ശരിക്കും എനിക്ക് ഒരു അത്ഭുതം ഉള്ളത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ടീമാണ് ഇക്വഡോർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർക്ക് ആകെയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ജർമ്മനിക്കെതിരെ വിജയിച്ചാൽ പോലും സാധ്യത ഉറപ്പൊന്നുമില്ല, 3-ാം സ്ഥാനം കൊണ്ട് കയറി പോയേക്കാം. ഏതായാലും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ നിരീക്ഷകർക്കൊക്കെ ഇതൊരു ഞെട്ടലായിരുന്നു. അപ്പോൾ ഗാസ് നെഡൂലൊക്കെ TYC സ്പോർട്സ് ജേർണലിസ്റ്റ് ഇതൊക്കെ വലിയ സംഭവമാക്കി എടുത്ത് അദ്ദേഹം പ്രതികരിക്കുന്നത് കണ്ടു. കാരണം ഇക്വഡോർ ഈ അവസാനം ബ്രസീലിനായിട്ടും അർജന്റീനയായിട്ടൊക്കെ കളിക്കുമ്പോൾ ഒരു പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ടീമാണ് വേൾഡ് കപ്പിൽ ഇങ്ങനെ പോയിട്ട് അപ്രതീക്ഷിതമായിട്ട് വീണു പോകുന്നത് എന്നുള്ളതാണ് അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഇനി ഇന്നത്തെ കളികളിലേക്ക് വരികയാണെങ്കിൽ സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ മത്സരം. സ്പെയിനിൻ്റെ കളിയെക്കുറിച്ച് ഇപ്പം മരിയോ കെമ്പസ് നമ്മുടെ 78-ലെ അർജൻറ്റീനയുടെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ ഇതിഹാസം അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ ഒരു FM-ലൊരു പ്രോഗ്രാമിൽ സ്പെയിൻ്റെ കളി കണ്ടാൽ ഉറക്കം വരും, ഇവരിങ്ങനെ പാസ് ഷൂട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് അദ്ദേഹം തമാശയായിട്ട് പറയുന്നത് മിസ്റ്റേക്ക് എന്ന രൂപത്തിലെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യും, പാസിൻ്റെ ഇടയിൽ മിസ്റ്റേക്ക് ആയിട്ടെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യും, അല്ല നിങ്ങൾ എങ്ങനെയാണ് ജയിക്കാൻ പോകുന്നത്? എന്ത് പറയുന്നു സ്പെയിൻ്റെ കളി ശൈലി? തീർച്ചയായിട്ടും ഈ പൊസഷൻ ബേസ്ഡ് ബോൾ കയ്യിലുണ്ടായിട്ട് ഒരു എന്താ പറയുക ഒരു 80% പൊസിഷൻ കയ്യിലുണ്ടായിട്ടും നമ്മളൊരു ഫൈനൽ തേർഡിലെത്തി ഒരു അറ്റാക്ക് നടത്തി അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതില്ലാതെങ്കിൽ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം തന്നെയാണ്. ഇപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എപ്പോഴും എക്കാലത്തും നേരിടുന്നൊരു വിഷയമാണ്. അതായത് നല്ല ഡിഫെൻസീവ് ടീമുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയം. നമ്മൾ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ, എങ്ങനെ അങ്ങോട്ട് കടക്കാൻ പറ്റുക, വിള്ളലുണ്ടാക്കുക, അതുവഴി എങ്ങനെയാണ് ഗോൾ സ്കോർ ചെയ്യുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ കളിയിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് മെൻഷൻ ചെയ്യാണ്, ജർമ്മനി എപ്പോഴും ഒരു സൊല്യൂഷൻ കണ്ടുകൊണ്ടിരുന്നു, എങ്ങനെ കണ്ടെത്താം, എങ്ങനെ വിള്ളൽ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച്. പക്ഷേ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇങ്ങനത്തെ ഒരു വിഷയം
ഇങ്ങനെയുള്ള വലിയൊരു ബസ് പാർക്കിംഗ് അല്ലെങ്കിൽ രീതിയിലുള്ള ഡിഫൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോ ബ്ലോക്കിൽ വന്നിട്ടുള്ള ഡീപ്പ് ഡിഫൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യും, എവിടെ സൊല്യൂഷൻ ഉണ്ടാകുന്നതിനെ കുറിച്ച് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. അത് ഒരു പക്ഷേ ബാഴ്സലോണ സ്പെയിൻ എന്ന് പറയുന്ന സിനണിം ആയിരുന്ന ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് ബാഴ്സലോണ നേരിട്ടുന്നൊരു വിഷയം, ചെൽസിയുമായി ബന്ധപ്പെട്ടൊക്കെ മൊറീഞ്ഞോയുടെ ചെൽസി ആ ടൈമിൽ നേരിടുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. അതുപോലെ എങ്ങനെ കടക്കാൻ പറ്റും എന്നുള്ളത്, ട്രെയിനും പാർക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത്. അപ്പൊ അതേ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട്, സൗദി അറേബ്യ തീർച്ചയായിട്ടും ഗബോർത്തെ ഏത് സമീപനാണ് നേരിട്ട് സ്വീകരിച്ചത് എന്നുള്ളത് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വളരെ എന്താ പറയുക, വളരെ റെസല്യൂട്ട് ആയിട്ട് ആ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം യുറുഗായിട്ടും ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡിഫൻസും അതുപോലെ ഗോളിയുടെ ഭാഗത്തുനിന്നുള്ള അത്യുജ്വല പെർഫോമൻസ് ആണ്. അപ്പം അത് എങ്ങനെ ആ രീതിയിലേക്ക് ഇപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിജയം വേണമെന്ന് അനിവാര്യമാണ്. അപ്പോൾ വിജയം സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ തീരൂ. ഒരു വിള്ളൽ കണ്ടെത്തി ഗോളുകൾ വളരെ ഷാർപ്പായി, ആ ഒരു അറ്റാക്കിംഗ് ഫ്രണ്ട് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായി തീരൂ എന്നുള്ളത് വളരെ നിർബന്ധമാണ്. തീർച്ചയായിട്ടും ഇതിൽ ഇന്ന് ലാമിൻ യമാൽ പറയുന്നുണ്ട്, വേണമെങ്കിൽ എനിക്ക് വേൾഡ് കപ്പിൽ 16 ഗോൾ അടിക്കാം. ആ 16 ഗോൾ അടിച്ചിട്ട് സെമി ഫൈനലിൽ തോറ്റാൽ പിന്നെ കാര്യമൊന്നുമില്ല, ജയമാണ് പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗോളിനല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫീൽ അതിലുണ്ട്. ഏതായാലും ഏത് തരത്തിലുള്ളൊരു അപ്രോച്ചിലേക്ക് പോകുന്നത് കണ്ടറിയണം. ലൂയിസ് ഡി ലാ ഫ്യൂൻ്റെ ഇന്നലെ പറയുന്നു, ഒരു ചെറിയ മിസ്റ്റേക്ക് മതിയാവും പുറത്തേക്ക് പോകാൻ, അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുമെന്ന് പറയുന്നു. ഈ കഴിഞ്ഞ കുറച്ച് കാലമൊക്കെ ആയിട്ട് ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ലാത്ത ഒരു ഇഷ്യൂ അവർ ഫേസ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ഗോള് കറക്റ്റ് അടിക്കാൻ ഒരാൾ എന്നുള്ളൊരു പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം ടോറസ് ആയിരുന്നു, ഒരു നിരാശാജനകമായിട്ടുള്ള പ്രകടനമായിരുന്നു. പിന്നെ ഒരു വേണ്ട രീതിയിൽ പ്യുവർ സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റൂല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ നേരിടുന്ന വിഷയം എന്ന് പറയുന്നത് ഏറ്റവും സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗോളടി തന്നെയാണ്. ഇപ്പോൾ ഗബോർദെ പോലെയുള്ള ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, ഗോൾ അടിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ചില സേവുകൾ നമ്മളിപ്പോൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഗബോർദയുടെ ഗോൾ കീപ്പർ, പക്ഷെ അത് വളരെ കുറഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറഞ്ഞാണ്. അത് മാത്രം നമുക്ക് ഒരുപാട് ഷോട്ടുകളും ഒന്നും അല്ലെങ്കിൽ ഓൺ ടാർഗറ്റിലേക്ക് എത്തിയ ഷോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു വഴി എന്തായാലും കണ്ടെത്തിയേ തീരുന്നുള്ളതാണ്. പിന്നെ പറയുന്നത് യമാല് ഇറങ്ങും. യമാനെ സംബന്ധിച്ചുള്ള ഒരു ഇഞ്ചുറി ഫുള്ളി റിക്കവേർഡ് കളിക്കാൻ സാധ്യതയില്ല. പക്ഷെ ആദ്യത്തെ 45 മിനിറ്റെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ കോൺഫിഡൻസ് കൂട്ടിയിട്ട് ഒരു 2 ഗോളെങ്കിലും അടിക്കാൻ പറ്റണം ഫസ്റ്റ് ഹാഫിൽ, എന്നാലേ തീർച്ചയായിട്ടും അവർക്കൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് കളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞു വന്നപ്പോഴാണ് ജർമ്മനി ഗോളിന് എങ്ങനെയെങ്കിലും വഴി കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് സാർ വിശദീകരിച്ചു. നമ്മൾ ജർമ്മനിയുടെ കാര്യം തുടക്കത്തിൽ അത്രയധികം വിശദീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വേൾഡ് കപ്പിന് മുമ്പ് ഇപ്പം നമ്മുടെ യർഗൻ ക്ലോപ്പൊക്കെ പറഞ്ഞിരുന്നു, മുസിയാലയെ മാറ്റിയിട്ട് ഈ യുണ്ടാവിനെ എടുക്കണം. നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയമാണ്. ആ ഡെനിസ് യുണ്ടാവ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്നു, 2 ഗോൾ അടിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ കളിയിലും സബ്സ്റ്റിറ്റ്യൂട്ടാണ്, 64ാമത്തെ മിനിറ്റിലാണ് കഴിഞ്ഞ കളി വന്നത്, ഈ കളി 60ാം മിനിറ്റിലാണ്. ആ കളിയിലും അദ്ദേഹം 1 ഗോളും 2 അസിസ്റ്റുമാണ് കൊടുക്കുന്നത്. അപ്പം ആകെ 11 കളിയാണ് ജർമ്മനിക്ക് വേണ്ടി ആൾ കളിച്ചിട്ടുള്ളത്. അതിൽ 9 ഗോൾ 4 അസിസ്റ്റും ഉണ്ട്, 13 ഗോൾ ഇൻവോൾവ്മെന്റ്സ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ജർമ്മനിയുടെ ഒരു വജ്രായുധമായി യുണ്ടാവ് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്താ സംശയം? ഇപ്പോൾ നിലവിൽ 2 കളിയിൽ നിന്ന് 3 ഗോൾ 2 അസിസ്റ്റും അടിച്ചു. സൂപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കാൻ പറ്റിയ വജ്രായുധം. ഇന്നലെ കളിയെ തിരിച്ചത് 60ാം മിനിറ്റാണ്. നല്ല കളി 60ാം മിനിറ്റ് 3 സബ്സ്റ്റിറ്റ്യൂട്ട്സ്, 3 റീപ്ലേസ്മെന്റ്സ് ആണ് ആ ഇറക്കി. ആക്ച്വലി എന്താ പറയുക, നമ്മൾ 2 ഗോളുകൾ ഉണ്ടായുടെ ഭാഗത്ത് വന്നു. പിന്നെ എന്താ പറയുക, ഇന്നലെ ഒരു നമ്മൾ അതുവരെ കളിച്ചുകൊണ്ടിരുന്ന ജർമ്മനി ഒരു ഡബിൾ പൈവോട്ട് രൂപത്തിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആക്ച്വലി അത് മാറ്റി ഒരു ഡിഫൻസ് ഫുള്ളായിട്ട് ആക്രമണത്തിലേക്ക് മാറി ജർമ്മനി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, നാഗൽസ്മാനെ നല്ല ആ ഒരു തരത്തിലുള്ള ഏറ്റവും നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ ആ ടൈമിൽ നടത്തിയെന്നുള്ളതാണ്. ഉണ്ടാവ എനിക്ക് തോന്നുന്നു ഉപയോഗപ്പെടുത്താവുന്ന ഉണ്ടാവയുടെ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഇറക്കാത്തത് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയ പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങി. ഒരു പക്ഷേ ഇനി ഫിസിക്കാലിറ്റി ഒരു വിഷയമാണോ, ഒന്നുകൂടി ഒരു ചബ്ബിയുള്ള കുറച്ച് തടി കൂടിയുള്ള ഒരു പ്രകൃതമാണല്ലോ, ഞാൻ അങ്ങനെ ഫുൾ ടൈം അങ്ങനെ ഉപയോഗപ്പെടുത്താതെ ഇങ്ങനത്തെ ഈ രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നുകൂടി ഒരു പക്ഷേ നമ്മൾ വിശ്വസിക്കാൻ തെറ്റ് പറയാൻ പറ്റൂല. ഒരു ഇമ്പാക്ട് സബ് രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കോച്ച് തീരുമാനിച്ചതാണോ എന്നുള്ളതാണ്. എന്നാലും കോച്ചിനോട് ഇതേ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തെ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോച്ച് പറയുന്ന മറുപടി ചെയ്യിക്കാതിരിക്കാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റോള് അദ്ദേഹവും ആസ്വദിക്കുന്നുണ്ട്, അതിൻ്റെ റിസൾട്ടും വരുന്നുണ്ടെന്നാണ്. അതായത് വരും മത്സരങ്ങളിലും ആളെ ഇങ്ങനെയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താനാണ് കൂടുതൽ സാധ്യത എന്നൊരു സൂചനയാണ്. പക്ഷേ
കളി അവസാന ഘട്ടത്തിൽ ശരിക്കും വിജയിക്കാൻ ഐവറി കോസ്റ്റിന് അവസരം ഉണ്ടായിരുന്നു, അവരത് ഫിനിഷ് ചെയ്തില്ല, ഷോട്ട് ശരിക്കും എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് ജർമ്മനിയുടെ വിജയ ഗോൾ വരുന്നത്. അപ്പോൾ ഐവറി കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് ശരിക്കും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഐവറി കോസ്റ്റിനും സാധ്യതയുണ്ട്, അടുത്ത കളിയൊക്കെ നല്ല രൂപത്തിൽ അവർ റിസൾട്ട് ഉണ്ടാക്കി. ഐവറി കോസ്റ്റ് നല്ല ടീം തന്നെയാണ്, എസ്പെഷ്യലി നമ്മൾ ദ്രോഗ്ബയുടെ അതേപോലെ യായ ടൂറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ നല്ലൊരു ടീനേജ് ഡയമണ്ട് അതെയാണ് ഗോൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പം അതുപോലെ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, അവിടെ ഫിസിക്കലി വളരെ സ്ട്രോങ് ആണ്. അപ്പം നമ്മൾ ഇന്നലെ പൊസഷന് പെട്ടെന്ന് ജർമ്മനിയുടെ ഭാഗത്ത് തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിലേക്ക് എസ്പെഷ്യലി പെട്ടെന്ന് എന്താ പറയുക, ഒരു മിഡ്ഫീൽഡിൽ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കണ്ടിരുന്നു ജർമ്മനി. പെട്ടെന്ന് ബോളുകളൊക്കെ അവർ പൊസസ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇങ്ങനെയുള്ള നഷ്ടപ്പെടുന്ന വിൻ ബാക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോളുകൾ നഷ്ടപ്പെടുന്ന പെട്ടെന്ന് വിൻ ബാക്ക് ചെയ്യാം. ഒരു പക്ഷേ ഐവറി കോസ്റ്റിൻ്റെ ഒരു പ്ലെയേഴ്സിൻ്റെ ഒരു ഫിസിക്കാലിറ്റി കൊണ്ട്, ഫിസിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ടൊക്കെ എന്ന് പറഞ്ഞ രീതിയിൽ കളിക്കുന്നത് മാത്രമല്ല നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് തന്നെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു സമനില ഒരു പോലും അർഹിച്ചിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അവസാന നിമിഷമാണല്ലോ വന്നിട്ടുള്ളത്. അപ്പം ഐവറി കോസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ വരുന്ന മത്സരങ്ങളിൽ കൂടുതൽ മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്ന അവർ മുന്നോട്ട് പോകുന്ന കരുതാം. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ഉള്ളത് ബെൽജിയം വേഴ്സ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ജർമ്മനിക്ക് ഷോൾട്ടർ ബെക്ക് പുറത്താവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ജർമ്മൻ മാധ്യമം ബിൽഡൊക്കെ നൽകുന്നുണ്ട്. കൂടുതൽ നമുക്ക് റാഫ് ടോക്സിൽ അതിൻ്റെ വാർത്തകളുമായിട്ട് വരാം. പിന്നെ ബെൽജിയം ഇന്ന് ഇറാനുമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ബെൽജിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഡോക്കു ഇന്ന് ഉണ്ടാവില്ല എന്നാണ് വരുന്ന റിപ്പോർട്ട്. ഡോക്കു ഇല്ല. ഇറാന് കഴിഞ്ഞ കളി ശരിക്കും ന്യൂസിലാൻഡ് ഒരു ഷോക്കാണ് കൊടുത്തത്, സമനില തിരിച്ചു. ഇന്നിപ്പം ബെൽജിയത്തിന് നല്ലൊരു സാധ്യതയുണ്ടോ അതിൽ? ഇറാന് ഏഷ്യൻ ശക്തികളാണെന്നൊക്കെ പറയുമ്പോഴും ഇറാൻ അവർ മറികടക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? ഇറാന് ബെൽജിയം കളിയിൽ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ന്യൂസിലാൻഡിൻ്റെ സമനില വെച്ച് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് അത്ര വലിയ ടീമൊന്നുമല്ല എന്നുള്ളതാണ്. പിന്നെ ന്യൂസിലാൻഡ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ശക്തി കുറഞ്ഞ, അതിപ്പോൾ ഓഷ്യാനിയ ആയതുകൊണ്ട് മാത്രം ക്വാളിഫൈ ചെയ്യുന്നത് എല്ലാവരും പറയുന്ന ടീമാണ്. ഓക്കെ. അതുപോലെ ഇറാൻ എന്നൊക്കെ പറഞ്ഞ് മുമ്പ് ഈ തീർച്ചയായിട്ടും ഏഷ്യൻ ടീമുകൾ വരുമ്പോൾ ഒരു മുൻവിധി, ജപ്പാനോ സൗത്ത് കൊറിയ അല്ലാത്ത മറ്റുള്ള ടീമുകളൊക്കെ ഏഷ്യൻ ടീമുകളെ യൂറോപ്യൻ ടീമുകൾ പലപ്പോഴും വളരെ മുൻവിധിയോട് കൂടിയിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ആ കളിയെ നേരിടാനൊക്കെ ആയിരിക്കാം റിസൾട്ട്. പക്ഷേ ഇറാന് മുമ്പ് നോക്കൗട്ട് സ്റ്റേജുകളിലൊന്നും അങ്ങനത്തെ രീതിയിൽ കളിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ബെൽജിയത്തിന് ഇനിയിപ്പോൾ ഒരു പ്ലെയർ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെടും തോന്നുന്നില്ല. രീതിയിലൊക്കെ ജയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഉണ്ടാവുക. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ വേൾഡ് കപ്പിൽ നേരിടുന്നു എന്നുള്ളതാണ് മെഹദി തെരേമി കഴിഞ്ഞ കളിക്ക് ശേഷം പറഞ്ഞത്. അതായത് കളി കഴിഞ്ഞ ഉടനെ അവർക്ക് റിക്കവറിക്ക് പോലും സമയമില്ലാതെ തിരിച്ച് മെക്സിക്കോയിലേക്ക് പോകണം, അടുത്ത കളിയുടെ തൊട്ട് മുമ്പ് മാത്രം എത്തുക, ഇങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവരെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്ന് ഇറാൻ പറയുന്നു. ജിയാനി ഇൻഫാന്റിനോ, ഫിഫയുടെ പ്രസിഡന്റ്, അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ പോയി സംഗതി ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി നോക്കി. നിങ്ങൾ അനുഭവിക്കുന്നത് ബുദ്ധിമുട്ടേറിയ അവസ്ഥ എനിക്കറിയാം, പക്ഷെ നിങ്ങളൊക്കെ ഹീറോകളാണ്, ലോകത്തിന് മുമ്പിൽ നിങ്ങളിവിടെ വന്ന് കളിക്കുന്നില്ലേ, അടുത്ത കളി വീണ്ടും നിങ്ങൾ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മയപ്പെടുത്തി വിടാനാണ് ശ്രമിച്ചു. കുറേ രാഷ്ട്രീയപരമായിട്ടുള്ള ഇഷ്യൂസ് കൂടി ഇറാൻ ടീം അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഉറുഗ്വായ് വേഴ്സസ് കേപ്പ് വെർദെയാണ് വേറൊരു മാച്ച് ഉള്ളത്. തീർച്ചയായിട്ടും ഉറുഗ്വായോടും കേപ്പ് വെർദെ ഇതേ പണി ചെയ്യുമെന്നുള്ളതാണ്. കേപ്പ് വെർദെ സ്പെയിനായിട്ട് സമനില പിടിച്ചെങ്കിൽ ഉറുഗ്വായിട്ട് എന്താണ് അതേ സമീപനം? എന്തായാലും എടുക്കും. ഓക്കെ. ഈ ഉറുഗ്വായ് സൗദി അറേബ്യയായിട്ട് നല്ല കളി കളിച്ചത് എന്തോ, പക്ഷെ സൗദി പൂട്ടി ഗോൾ കീപ്പർ പൂട്ടി എന്നുള്ളതാണ്. പക്ഷെ കളികളിൽ ഇനി എന്തും സംഭവിക്കാം. ഒരുപക്ഷെ ഉറുഗ്വായ് നല്ല പെർഫോം ചെയ്ത് ഗോൾ അടിച്ച റിസൾട്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. കേപ്പ് വെർദെ വേണമെങ്കിൽ സമനില നെഗറ്റീവ് ടാക്ടിക്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാം. എന്തായാലും സാധ്യതകൾ അവിടെ നിലനിൽക്കുകയാണെന്നുള്ളതാണ്. ബിഎൽസയാണ് ഉറുഗ്വായുടെ കോച്ച് എന്നുള്ളതുകൊണ്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ന്യൂസിലാൻഡ് വേഴ്സസ് ഈജിപ്ത് മാച്ചാണ് പിന്നെ ഉള്ളത്. അത് ഈജിപ്ത് ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു കളി ജയിച്ചിട്ടില്ല. ആദ്യ ജയാവോ? ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അതെ, ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് എതിരാളികൾക്ക് ഒരുപക്ഷെ ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ഘടകമാണ്. ന്യൂസിലാൻഡാണ് ഒരു ഭാഗത്തുള്ളത്. എന്ത് പറയാം, ചില സമനിലയോ നമുക്കൊരു പ്രഡിക്ഷൻ കറക്റ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടീമുകളാണ്, മത്സരമൊക്കെയാണ്.
ഏതായാലും മുഹമ്മദ് സലായും ഉമർ മർമൂഷും ഒക്കെ ഉള്ളതുകൊണ്ട് ഈജിപ്തിനാണ് സാധ്യത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 മത്സരങ്ങളുടെ ഒരു പ്രഡിക്ഷനും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയാനുള്ളത് സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ. അതിൻ്റെ പ്രാധാന്യം ശരിക്കും വരുന്നത് സ്പെയിൻ ആദ്യ കളി സമനിലയായി എന്നുള്ളതുകൊണ്ടാണ്. എന്ത് റിസൾട്ട് പ്രതീക്ഷിക്കുന്നു? ഒരു സ്കോർ ലൈൻ വെച്ചിട്ട് ഒരു പ്രഡിക്ഷൻ. സ്കോർ ലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഹാഫിൽ സ്പെയിനിന് 2 ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണു ഒരു 4 ഗോളിന് സ്പെയിന് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. 2 ഗോൾ ആദ്യം അടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു വളരെ കുറഞ്ഞൊരു നേരിയ സ്കോർ ലൈന് സ്പെയിൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കളിയിൽ. അതായത് എങ്ങനെയും ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലൊക്കെ ആയിട്ട് 2 ഗോളിനൊക്കെ ജയിക്കും എന്നുള്ളതാണ് തോന്നുന്നു. അപ്പോൾ അതാണ് സാറ് പറയുന്നത്. അതായത് ആദ്യം 2 ഗോളുകൾ സ്പെയിൻ അടിക്കുകയാണെങ്കിൽ പിന്നെ സൗദിയുടെ കോൺഫിഡൻസ് സ്വാഭാവികമായിട്ടും താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും 2 ഗോളുകൾ കൂടി അടിച്ചേക്കാം. അതല്ല, സൗദി ഫസ്റ്റ് ഹാഫ് നല്ല രൂപത്തിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ സ്പെയിന് നേരിയ മാർജിനിൽ ജയിക്കൂ എന്നുള്ളതാണ് പ്രഡിക്ഷൻ. പിന്നെ ഇന്നത്തെ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ബെൽജിയം വേഴ്സസ് ഇറാൻ മാച്ചിൽ എന്തായിരിക്കും സ്കോർ? ബെൽജിയം ജയിക്കും. ഒരു 3-1 സ്കോർ ലൈൻ വെക്കാം. ഉറുഗ്വായ് വേഴ്സസ് കേപ്പ് വെർദെ, വീണ്ടും കേപ്പ് വെർദെ പണി കൊടുക്കുമെന്നുള്ളതാണ്. ഉറുഗ്വായ് ജയിക്കേണ്ടതാണ്. 2-1 ജയിക്കുന്നതാണ്. 2-1 ഉറുഗ്വായ് ജയിക്കുന്നതാണ് സാറ് പറയുന്നത്. ഈജിപ്ത് വേഴ്സസ് ന്യൂസിലാൻഡ് കൂടി അങ്ങ് പറയുന്നു. ഇപ്പോൾ അതായിട്ട് മാറ്റി വെക്കണ്ടല്ലോ. ഈജിപ്ത് ഒരു 2 ഗോളിന് ജയിക്കും. 2-0 ഈജിപ്തിൻ്റെ വിജയം. അപ്പോൾ എന്തായാലും ഈ പ്രഡിക്ഷൻസ് ഒക്കെ എന്ത് സംഭവിക്കുന്നു നമുക്ക് നാളെ നോക്കാം. നാളെ നമുക്ക് അർജൻറ്റീനയുടെ മാച്ചിൻ്റെ പ്രിവ്യൂ വിശദമായിട്ട് പറയാനുമുണ്ട്. അപ്പം നാളെ കാണാം.